ഞങ്ങളെ സിനിമ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴേ ഒരു ബാഗ് കിട്ടി. അത് കേശവൻ തുറന്നു നോക്കിയപ്പോ ഒരു ബുക്കും ഒരു മോതിരവും കിട്ടി. അത് ഇട്ടോണ്ടാണ് കേശവേട്ടൻ കൊറേ നേരമായിട്ട് നടക്കുന്നത്. ബുക്കും മോതിരോ? സിനിമ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ബുക്കും മോതിരവും കിട്ടി. അതിനുശേഷമാണ് ഇതെല്ലാം തുടങ്ങിയത്. നോട്ട് ചെയ്തല്ലോ അല്ലേ? നോട്ട് ചെയ്തു. ഇതെങ്ങനെങ്കിലും നിർത്തിയേ പറ്റൂ. ശിവ, ഇവനിതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിലേ നമുക്കൊരു വക ചിന്തിക്കാൻ പോലും പറ്റില്ല. 8ന്റെ പണി കിട്ടുന്ന. ഇനി പണി കിട്ടില്ലൊന്നുമില്ല, കൊടുക്കലാണെന്നല്ലേ 8ന്റെ പണി. എങ്ങനെ? ഇതൊക്കെ ഉണ്ട്. ചേച്ചി എന്തോ? പൊറോട്ടയും ബീഫും. പൊറോട്ടയും ബീഫും. മനുഷ്യന്റെ 5ന്റെ കാശില്ല. അമ്മായി, ഓ, പൊറോട്ടയും ബീഫും. പൊറോട്ടയും ബീഫും വേണോ അല്ലേ? അടുക്കളയിലേ നല്ല ചോറും ചമ്മന്തി ഉണ്ട്, അത് പോയി കഴിച്ചാ മതി. വിട്ടോ. പറ്റിച്ചാണല്ലേ? ഇതും വെച്ചോട്ട് കോളേജിൽ പോയി ഞാനൊരു പൊടി പൊളിച്ചടുക്കും ഞാൻ. ഫോൺ വിളിക്കുമ്പോ മനസ്സറിയാൻ പറ്റരുത് നീ പൊളിച്ചാല്. നിന്റെ എല്ലാവർക്കും തൊണ്ടവേനെ? ഈ മരവാഴ എന്തിനാണ് ഇങ്ങനെ ഇരിക്കണത്? വല്ല പൊട്ടത്തരം ആലോചിക്കണായിരിക്കും. ആ മെർലിനെ എന്തായാലും ഇവനെ പറ്റിച്ച് കടന്നോളെ. ഉറപ്പല്ലേ ഇവന്റെ സ്വഭാവം വെച്ച് അത് സംഭവിക്കും. മണ്ടത്തരല്ലേ മൊത്തം. ഒരു വകയ്ക്ക് കൊള്ളാത്തവൻ. എനിക്ക് ഉളുപ്പുണ്ടോടാ? എവിടെന്നുണ്ടാവാൻ? കയ്യിരിപ്പ് അതല്ലേ. ഇവനെ കെട്ടിയിട്ട് നമുക്ക് 4 കൊടുത്താലാ? നിർത്തിക്കോണം 3 കൊറേ നേരമായി എന്നെ കുറ്റം പറയാൻ തുടങ്ങി കേട്ടല്ലോ. അപ്പൊ സാറ് ഞങ്ങള് മനസ്സിൽ പറയുന്ന മൊത്തം കേട്ട് അല്ലേ? കേട്ടല്ലേടാ? നിങ്ങൾ എന്ത് പറഞ്ഞ ഞാനൊന്നും കേട്ടില്ലല്ലേ. ശിവ, പിടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.